ഇപ്പൊ നിങ്ങൾ ജയിച്ചു. പക്ഷേ ഞങ്ങൾ എന്തായാലും തോറ്റു പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മാത്രമല്ലല്ലോ ഈ ലോകത്തെ രജിസ്റ്റർ ഓഫീസറായിട്ടുള്ളത്. നല്ല കുടുംബത്തിൽ പിറന്ന നട്ടലുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അവര് വഴി കാര്യങ്ങൾ നടത്തിക്കൊള്ളാം. വരട്ടെ. അല്ല, പെണ്ണിന്റെ വീട്ടുകാർക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും എതിർപ്പ്. സാധാരണ അങ്ങനെയാ കണ്ടുവരുന്നത്. സാറേ, പെണ്ണിന്റെ ആങ്ങളെ ഞാൻ. പെങ്ങളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിപ്പിച്ചോളാമെന്ന് ഞങ്ങളുടെ ചത്തുപോയ മുത്തശ്ശിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ആളങ്ങ് കാഞ്ഞു പോയെങ്കിലും ജീവിച്ചിരിക്കുന്ന നമ്മളത് നടത്തി കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ടായിരുന്നു. ആയിക്കോട്ടെ, എന്നാ ശരി. ചെക്കനും പെണ്ണും റേസിൽ ഒപ്പിടാനായി വന്നോളൂ. ഏട്ടാ, എന്താടി? ചേച്ചി. ഏയ് പ്രകാശ്, നിങ്ങൾ ഒപ്പിട്ടോ. വാ. ദാ ഇവിടെ. സാക്ഷിക്കോളത്തിൽ ഒപ്പിടാൻ ആള് വേണമെന്നുണ്ടെങ്കിൽ പറയണം. മാറടാ. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുന്നുണ്ട്. നീ മിണ്ടരുത്. എന്നെ നീ ചതിക്കായിരുന്നല്ലോടി. ചതിച്ചത് അച്ഛനല്ലേ? പ്രകാശനുമായിട്ടുള്ള കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ ചെയ്തത്? അപ്പൊ ഇത് ചതി കാണിച്ചത് അച്ഛനല്ലേ? ചതി കാണിക്കൂടി. നിന്റെ ഭാവി ഇല്ലാതാക്കാനായിട്ട് നിന്റെ ആങ്ങള, എന്റെ മകൻ, ഊരും പേരും ഇല്ലാത്ത ഒരുത്തന്റെ തലയിൽ നിന്നെ കെട്ടിവെക്കാൻ നോക്കുമ്പോ അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ചതി കാണിക്കേണ്ടി വരും. അത് എന്റെ മിടുക്ക്. പക്ഷെ അതിന്റെ പേരിൽ അച്ഛനെതിരെ നാവാടാൻ വന്നാലുണ്ടല്ലോ, മകളാണെന്ന് ഞാൻ നോക്കില്ല, അവസാനിപ്പിച്ചു കളയും ഞാൻ. അതിനുള്ള തന്റെ ഇടം മാണിക്കോത്ത മഹേന്ദ്രനുണ്ടോ? അച്ഛനും മകളും ഒക്കെ അങ്ങ് വീട്ടില്, പൊതുജനത്തിന് മുന്നിൽ ഇവളൊരു പെണ്ണും നിങ്ങൾ ഒരാണുമാണ്. BNS സെക്ഷൻ 74, പഴയ IPC 354, അതാണ് വകുപ്പ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ജാമ്യമില്ലാതെ അകത്ത് പോവും. പിന്നെ അവിടെ കിടന്ന് മോളെന്ന് വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കളക്ടർ മാഡം വകുപ്പ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനെന്ന് നോക്കല്ലേ. ഞാൻ എവളെ ഇനിയും തല്ലും, ചിലപ്പോ കൊല്ലുകയും ചെയ്യും. കാരണം എവൾ എന്റെ മോളാ. പക്ഷേ ഞാൻ ഇപ്പൊ അടിച്ച അടി യവക്കിട്ട് കൊടുത്തതല്ല, അത് യവനിട്ടുള്ള അടിയാ. ആ അടി യവന് കൃത്യമായിട്ട് കൊണ്ടിട്ടുള്ളത് കൊണ്ടാ യവൻ വാ തുറക്കാത്തത്. കല്യാണം കഴിക്കാൻ നടക്കുന്നു. വാടിങ്ങോട്ട് വരട്ടെ കുരുവിള സാറേ. ഒന്നിച്ച് പഠിച്ചതിന്റെ ഗുണം കാണിച്ചതിന് തന്നെ ഞാൻ വന്ന് കണ്ടോളാം. നടക്കടി. അച്ഛാ, പോടാ ചന്ദ്രേ. അച്ഛാ, പറയുന്നൊന്ന് കേക്ക്. വണ്ടി എടുക്കണ. പറയുന്നൊന്ന് കേക്ക്. വാടി, കേറങ്ങോട്ട്. അത് ശരി. അപ്പൊ എന്റെ അച്ഛൻ വന്ന് കിട്ടാനുള്ള സാറിന്റെ മുടിഞ്ഞ ബുദ്ധിയായിരുന്നല്ലേ ആ കുറ്റാന്വേഷണങ്ങള്. ഈ ചെയ്ത പ്രത്യുപകാരത്തിന് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് സാറിന് കിട്ടി കാണും. കാരണം സഹായിച്ചവരെ ഒരിക്കലും അച്ഛൻ കൈവിടില്ല. പക്ഷേ ഇതിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് എന്റെ മുന്നിലെങ്ങാണം വന്ന് നിന്ന
ഇപ്പൊ കിട്ടിയതിന്റെ ഇരട്ടി താൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ പോയ മഹേന്ദ്രന്റെ മകനാ പറയുന്നത്, മാണിക്കോത്തെ ശിവൻ. പറഞ്ഞ പോലെ ചെയ്യും. അതാ ഈ ശിവൻ. ഇപ്പൊ നിങ്ങൾ ജയിച്ചു. പക്ഷേ ഞങ്ങൾ എന്തായാലും തോറ്റു പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മാത്രമല്ലല്ലോ ഈ ലോകത്തെ രജിസ്റ്റർ ഓഫീസറായിട്ടുള്ളത്. നല്ല കുടുംബത്തിൽ പിറന്ന നട്ടലുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അവര് വഴി കാര്യങ്ങൾ നടത്തിക്കൊള്ളാം. വരട്ടെ. ചേച്ചി, ഞാൻ നീ ടെൻഷൻ ആവണ്ട. വേറെ വഴികളുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഈ കല്യാണം നടത്തിക്കില്ലെന്ന് പറഞ്ഞു പോയത് എന്റെ അച്ഛനാ. അതേ അച്ഛന്റെ മകൻ തന്നെ പറയുന്നു, എന്റെ പെങ്ങളുടെ കല്യാണം ഈ പ്രകാശനുമായിട്ട് നടത്തിയിരിക്കും. ആയുസ് നിനക്ക് മിച്ചമുണ്ടെങ്കിൽ തന്നെ കല്യാണം ഞാൻ വിളിക്കും. വരട്ടെടോ ചതിയൻ ചന്തു. രാഘവേട്ടൻ ഇങ്ങനെ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും പിള്ളേ? ഒരൊറ്റ വഴിയുള്ളൂ സത്യമ്മേ. വിഷ്ണു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരിക. കുഞ്ഞു വന്നാലേ രാഘവൻ സാറിന്റെ അസുഖം മാറുള്ളൂ.